ഇതൊക്കെ നിങ്ങൾ എഴുതിയ എസ്സേകളാണ്. ഇതോടൊപ്പം ഞാൻ എഴുതിയ വിശകലനത്തിന്റെ ഒരു കോപ്പി കൂടെ വെച്ചിട്ടുണ്ട്. നന്നായി വായിച്ചിട്ട് എന്തെങ്കിലും കറക്റ്റ് ചെയ്യണം തോന്നിയാൽ കറക്റ്റ് ചെയ്തിട്ട് ഫയൽ ചെയ്ത് എവിടെയെങ്കിലും വെച്ചേക്കണം. അത് കഴിഞ്ഞ് പരീക്ഷയുടെ തലേ ദിവസമേ ഇതെടുത്ത് നോക്കാവൂ. ഇനിയുള്ള പാഠങ്ങളും ഞാൻ പഠിപ്പിക്കില്ല. പഠിപ്പിച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ തന്നെത്താൻ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. അല്ലേ? സാറിനെ പോലെ ഞങ്ങൾക്കൊരു ഗുരുവിനെ കിട്ടി. സാറിന്റെ ഗുരു ആരായിരുന്നു? അമ്മ. അച്ഛൻ 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കിൽ തോറ്റതിന് ശേഷം സമയം കളയാതെ ബിസിനസ്സിലിറങ്ങി ഫസ്റ്റ് റാങ്കിൽ പാസ്സായി. എന്റെ അമ്മ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. മാധവിയമ്മ ടീച്ചറിന്റെ കയ്യിൽ ഇപ്പോഴും ചൂരല് പിടിച്ച തഴമ്പുണ്ട്. ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും അമ്മ കുട്ടികളെ തല്ലുമായിരുന്നു. പിന്നെ റിട്ടയർ ചെയ്ത ശേഷം അമ്മ മുറിയിൽ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിയിരുന്ന് പലപ്പോഴും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെയ്തത് മുഴുവൻ തെറ്റായി പോയി എന്നാണ് അമ്മയുടെ ഇപ്പോഴത്തെ തോന്നൽ. ആരൊക്കെയോ പഠിപ്പിക്കാൻ പറഞ്ഞത് കുട്ടികളെ പഠിപ്പിച്ചു എന്നല്ലാതെ കുട്ടികൾക്ക് വേണ്ടത് അമ്മയ്ക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല അത്രേ. അമ്മ എന്ന എന്റെ ഗുരുവിനെ നമിച്ചാണ് ഞാൻ നിങ്ങളുടെ ഇടയിലിരിക്കുന്നത്. തെറ്റുപറ്റി എന്ന് എനിക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അമ്മയ്ക്കറിയോ ഇതൊക്കെ? പിന്നെ അമ്മയല്ലേ പിന്നിൽ നിന്ന് എന്നെ നയിക്കുന്നത്. ഞാൻ വെറും ഒരു ഇടയാൾ. ആ, എന്ത് പറ്റി? സിന്ധു ചേച്ചി കരയുന്നു. എന്താ നമ്പേരേറ്റം ഉണ്ടായത്? സിന്ധുവിന്റെ മാനേജറെ താൻ പോയി വെറുതെ ചിരിച്ചു കാണിച്ചു പോകുന്നില്ലേ? അത് പോരായിരുന്നു. പിടിച്ചു നിർത്തി 4 നല്ല പൂശ് പൂശേണ്ടതായിരുന്നു. എന്നാലും ഇത്രയല്ലേ അവന് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ചെയ്തു? ബാല വന്നത് കൊണ്ട് ലീവ് ചോദിക്കാൻ ചെന്നതാ സിന്ധു. അപ്പൊ ആ സർവേ ടീമിന്റെ കൂടെ സിന്ധുവിന് ഡ്യൂട്ടി കിട്ടും അയാള്. സിന്ധുവിന് നാളെ വെളുപ്പിന് പോകണം. 4 or 5 ദിവസം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ പക തീർത്തില്ലേ? എന്ത് പക? രാജിക്കത്ത് എഴുതി അവന്റെ മോന്തയ്ക്ക് എറിഞ്ഞുകൊടുത്തേച്ചും പോരണം. അല്ലെങ്കിൽ സിക്ക് ലീവ് സംഘടിപ്പിച്ച് അവന്റെ മേശപ്പുറത്ത് ഇട്ടേക്കണം. അതാ നല്ലത്. അത് ചെയ്താൽ മതി വിനയ. സിന്ധുവിന് ഇപ്പൊ പോവാൻ മനസ്സില്ല. അത് തന്നെ. ഞാനെന്ന് ചെയ്തത് തെറ്റായിപ്പോയല്ലേ? സോറി. അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിലും അയാൾ അങ്ങനെ കാണിക്കും. വിനേട്ടനെന്ന് വന്നേ. ഞങ്ങളിപ്പോ വരാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? വിനേട്ടനൊന്ന് പറഞ്ഞത്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? സിന്ധുവിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് സിന്ധു തന്നെ ആയിരുന്നില്ലേ ഇതുവരെ? അതല്ലേ നമ്മുടെ രീതി? അതെ, പക്ഷെ ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു പിടിയില്ല. വിനേട്ടനൊന്ന് പറഞ്ഞതാ. പോണെന്ന് തന്നെയല്ലേ സിന്ധുവിന്റെ മനസ്സിൽ? ആണോ? ആയിരിക്കണം. കാരണം ഈ രാജിവെക്കലും സിക്ക് ലീവ് കൊടുക്കലും ഒക്കെ ഒരുതരം ഒളിച്ചോട്ടമാണ്, തോറ്റുകൊടുക്കലാണ്. ഇത് രണ്ടും എന്റെ സിന്ധുവിന്റെ സ്വഭാവത്തിന് പിടിക്കാത്തതാണ്. ഞാൻ പോയിട്ട് വന്ന ഉടനെ ബാല പോവല്ലേ? വിനേട്ടനൊന്ന് അവളോട് പറയൂ, കുറച്ചു ദിവസം കൂടെ ഇവിടെ നിൽക്കാൻ. അത് സിന്ധു തന്നെ പറഞ്ഞാ മതി. അപ്പൊ ഞാൻ പോയിട്ട് വരാനോ? Do as you like. നമ്പ്യാരേട്ടാ, സിന്ധു പോകാൻ തീരുമാനിച്ചു. തീരുമാനിച്ചോ? അങ്ങനെ അവന്റെ മുമ്പിൽ ശരിക്കും തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ? ശോശമേ, വാ നമുക്ക് പോവാം. അവരായി, അവരെ പാടായി. നമ്പ്യാരേട്ടാ, എന്താ ഞാൻ പറയുന്നത്? ഒന്നും പറയണ്ട. വാടി. വിനേട്ടാ, അതൊന്നും കുഴപ്പമില്ല. നീ ഒന്ന് വന്നേ. സിന്ധു ചേച്ചി പോകാതിരിക്കുമെന്ന് പേടിച്ചിരിക്കായിരുന്നു ഞാൻ. അയ്യടാ, വാ. നിന്നെ ഓർത്താ ഞാനിപ്പോ പോണത്. അതെന്താ? തൊഴിലാണടി ദൈവം. നീ ഇപ്പൊ വന്നത് കാരണം ഞാൻ പോകാതിരുന്ന പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് നിന്നോടൊരു അനിഷ്ടം തോന്നും. അത് വേണ്ട. പിന്നൊരു കാര്യം, ഞാൻ തിരിച്ചു വന്ന കുറേ ദിവസം നീ ഇവിടെ ഉണ്ടാവണം. അപ്പൊ എന്റെ ക്ലാസ്സോ? അത് കുറച്ചു ദിവസം ലീവ് എടുക്കാം. ഇപ്പൊ എന്റെ പഠിത്തമല്ല എന്റെ തൊഴില്, എന്റെ ദൈവം. വിഷമിക്കാതെടോ, താൻ പോയിട്ട് വാ. എത്ര ദിവസം വേണേലും ഞാനിവിടെ നിന്നോളാം. എന്നും എപ്പോഴും താൻ തന്നെയാണ് എന്റെ ദൈവം. നിന്നെ കണ്ട് കൊതി തീർന്നിട്ടില്ല.
ഇങ്ങനെ മുടി വെട്ടിയതൊക്കെ ചേരുന്നില്ലെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിനക്ക് ഇണങ്ങുന്നുണ്ട് ഇതൊക്കെ. താൻ പോ, ചുമ്മാ സ്നേഹം പിടിച്ച് വാങ്ങിക്കാതെ പോ. അവള് പറയാ ഞാൻ അവളുടെ ദൈവമാണെന്ന്. എന്റെയും. ഓ പിന്നെ, ഞാൻ പോയിട്ട് വരുന്നവരെ അവളുടെ കുസൃതികളൊക്കെ ഒന്ന് സഹിച്ചോളണേ. പാവ അവള്. വിനയേട്ടൻ അവൾക്കൊന്നിനും ഒരു കുറവ് വരുത്തരുത്. നീ എന്താ ഈ പറയണേ? നിന്റെ മാത്രമല്ലല്ലോ, എന്റെയും കൂടിയല്ലേ ബാല. അറിയാം, എന്നാലും പറഞ്ഞേ ഉള്ളൂ. ഓ, ഈ ബുക്ക് എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നു. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതെ, ജീവിതം മനോഹരമാണ്. അങ്ങനെ പറഞ്ഞോളൂ, അപ്പൊ സങ്കടമൊക്കെ താനെ പോകും. അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതം എത്ര ബ്യൂട്ടിഫുള്ളാ. ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയ നാട്ടും പുറത്തൊരു പാവാടക്കാരി സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി താഴെ വീഴുക. സ്കൂട്ടറുകാരൻ അവളെ ആശുപത്രിയിൽ എത്തിക്കുക. ആരോരും ഇല്ലാത്ത കുട്ടിയാണെന്നറിഞ്ഞ് അവളെ ഏറ്റെടുക്കുക. ഒരു ജീവിതം തരിക. ആകെയുള്ളൊരു അനിയത്തെ നല്ല സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുക. എന്റെ വിനയേട്ടൻ എനിക്ക് തന്ന ജീവിതമല്ലേ ഇത്? Really beautiful. ഓഫീസ് അടച്ചു. മാനേജറുടെ വീട് എവിടെയാ? എന്തിനാ നമ്പ്യാരേട്ടാ? ചുമ്മാ ഒന്ന് കാണാൻ. എവിടെയാ വീട്? എനിക്കറിയില്ല നമ്പ്യാരേട്ടാ. വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇതൊക്കെ ജനലൊക്കെ വന്നാന്നോ ചോദിക്കുന്നത്? പിന്നെ വാതിലടച്ചാ പിന്നെ ജനലിൽ കൂടെ അല്ലാണ്ട് ആരാച്ചോടെ നോക്ക? വാതിലടച്ചത് കാര്യം ഉണ്ടായിട്ട് പോ. ജനല് നമ്പ്യാരേട്ടൻ ഒരു നാണവുമില്ല. ജനാൽക്കൽ വന്ന് നിന്ന് നമ്മൾ ചുമ്മാ കിടക്കായിരുന്നല്ലോ അല്ലേ? പുള്ളിക്കറിയാം നാളെ സിന്ധു പോകുന്നോണ്ട് ഇവിടെ പലതും നടക്കുന്നു. അതുകൊണ്ട് ചുറ്റിപ്പറ്റി എന്നതാ. ജനലടച്ചേക്ക, അല്ലെങ്കിൽ അയാൾ ഇനിയും വരും. ബാലയെ വിളിക്കണ്ടേ? വേണ്ട, അവൾ ഉറങ്ങല്ലേ, ഉറങ്ങിക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളോട് യാത്ര ചോദിക്കാൻ ബുദ്ധിമുട്ടാ. ഞാൻ വരുന്നവരെ ഈ സാരി ഇവിടെ കിടന്നോട്ടെ. എന്തിനാ? ഞാനില്ലാത്തപ്പോ വിനയേട്ടൻ എന്നെ ഓർക്കാൻ, എന്നെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ. ആയിക്കോട്ടെ. സിന്ധു തിരികെ വന്ന് ഈ സാരി ഉടുത്ത് ഇതിന് ജീവൻ വെപ്പിച്ച് തരുന്നത് വരെ ഇതിന്റെ കൂടെ ഉണ്ട്. എനിക്കിപ്പോഴും വിനയേട്ടനോട് ഒരുതരം കൊതിയാ. കൊതിയോ? അതെങ്ങനെ? അങ്ങനൊന്നും ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഞാൻ പോയിട്ട് തിരികെ വരുമ്പോ ഒരു രാത്രി മുഴുവൻ വിനയേട്ടനെ ഉറക്കി കിടത്തിയിട്ട് എനിക്ക് ഈ മുഖത്ത് നോക്കിയിരിക്കണം. വെറുതെ. ആയിക്കോട്ടെ, ഞാൻ പോയി വണ്ടി ഇറക്കട്ടെ. അപ്പോ ഞാൻ വരണ്ടേ? വന്നോളൂ. ഓക്കെ. വാ. ഓക്കേ. സിന്ധു ചേച്ചിയുടെ സീറ്റിൽ ഞാനൊന്ന് ഇരിക്കട്ടെ കുറെ നേരം. ഇനിയാണ് ഞാൻ വിനയേട്ടൻ ഒരു പരുവത്തിലാക്കാൻ പോകുന്നത്. ഇന്ന് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് പാട്ട് പഠിക്കാൻ. വേഗം റെഡിയായാൽ അവരെത്തും മുമ്പ് നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. കൊള്ളാം, നല്ല കാര്യമായി. ഞാൻ ഉണ്ടാക്കാൻ പോയിരുന്നു ഭക്ഷണം അവിടെ. അറിയാൻ വയ്യാത്ത കാര്യമൊന്നും ചെയ്യാൻ ശ്രമിക്കണ്ട ബാലേട്ടാ. വിനയേട്ടൻ ടെൻഷൻ അടുപ്പിക്കാതെ എന്റെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ.
മാനേജർ പോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പൊ ഇറങ്ങും. ആരാ? അമ്മായി അച്ഛനാ. അയ്യോ, അങ്ങനെയാണെങ്കിൽ അകത്തോട്ട് ചെന്ന് കാണാൻ. വേണ്ട, ഞാൻ ഇവിടെ വെച്ച് കണ്ടോളാം. എന്താ പേര്? ബാവ. ബാവ. ആരെയും ബാവ ഗായകനാക്കും. ആ ബാവയാണോ? ആ ബാവ ഞാനല്ല, അത് വേറെ ബാവ. ആ ബാവ എവിടെ താമസം? അറിയില്ല. അറിയില്ല. ആ നിക്ക് 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 നിക്ക്. ആരും പോവല്ലേ, എല്ലാവരും കുറച്ച് നേരത്തേക്ക് ഇവിടെ വേണം. ആരാ? സാറിന്റെ അമ്മായച്ചനാ. നിങ്ങൾ ആരും സർവേക്ക് പോയില്ലേ? ഞങ്ങളെയൊക്കെ സാർ ഒഴിവാക്കി തന്നു. ഓ, എന്താ ആരും പോയില്ലേ? മോനെ ഒന്ന് നിന്നേ. അതെ, അമ്മായച്ചനാണെങ്കിൽ അടിച്ചത് ശരിയായില്ല. ശരിയായില്ല? തീരെ ശരിയായില്ല. ആഹാ, എന്താ കാര്യം? എന്താ അടിച്ചത് ശരിയായില്ലെന്ന്. ഏ? ഇപ്പൊ ശരിയായ? വണ്ടി പോട്ടെ. തന്റെ അമ്മായച്ചനെന്തിനാ എന്നെ തല്ലിയത്? എന്റെയോ? സാറിന്റെ അല്ലേ? ഒലക്ക. എന്നിലെ കുക്ക് എങ്ങനെയുണ്ട്? കൊള്ളാം. കുക്കോ ഭക്ഷണോ? രണ്ടും കൊള്ളാം. ഉച്ചഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. സിന്ധു ചേച്ചി പറഞ്ഞിട്ടുണ്ട്, സിന്ധു ചേച്ചി ഇല്ലാന്നൊരു തോന്നല് വിനയേട്ടൻ ഉണ്ടാകരുതെന്ന്. അതുണ്ടാവാതെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? ഉം. ആ, ഗുഡ് മോർണിംഗ് സർ. യെസ്, വന്നോളൂ. ആ, ഇരിക്കേ, ഇങ്ങോട്ടൊക്കെ ഇരിക്കേ.